Welcome to BSc Main Physics, Semester 6, Paper 1, Solid State Physics. And today, this is class number S68, Josephson Effect in Superconductors. Josephson Effect in Superconductors. And this is the last class for the paper Solid State Physics. The last lecture from Solid State Physics. Superconductivity, Josephson Effect. So to study, we have to understand what is Josephson junction. അപ്പോൾ ജോസഫ്സൺ ജംഗ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇത് പറയാനായിട്ട്. ഫിഗറിൽ കാണുന്ന ഒരു ജോസഫ്സൺ ജംഗ്ഷനാണ്. അതായത് രണ്ട് സൂപ്പർ കണ്ടക്ടേഴ്സ് എസ് അതിനിടയ്ക്ക് ഒരു തിൻ ഇൻസുലേറ്റർ ഫിലിമുണ്ട്. ഒരു തിൻ ഇൻസുലേറ്റർ ഫിലിം വെച്ചിരിക്കുകയാണ്. അന്നേരം ഇതിനെ വിളിക്കുന്ന പേരാണ് ജോസഫ്സൺ ജംഗ്ഷൻ. രണ്ട് സൂപ്പർ കണ്ടക്ടിങ് ഡിസ്കിനിടയ്ക്ക് അല്ലെങ്കിൽ പ്ലേറ്റിനിടയ്ക്ക് ഒരു തിൻ ഇൻസുലേറ്റർ ഫിലിം വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് ജോസഫ്സൺ ജംഗ്ഷൻ. ഈ ജംഗ്ഷൻ കാണിക്കുന്ന എഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് ജോസഫ്സൺ എഫക്റ്റ്. എന്താണെന്ന് നോക്കാം. ഇൻ 1962 ബ്രയാൻ ജോസഫ്സൺ predicted that Cooper pair could tunnel through a thin insulating layer between two superconductors. അപ്പോൾ 1962 ബ്രയാൻ ജോസഫ്സൺ പ്രഡിക്റ്റ് ചെയ്ത ഒരു ഫിനോമിനാണ് ജോസഫ്സൺ എഫക്റ്റ്. രണ്ട് സെമി കണ്ടക്ടേഴ്സിനിടയ്ക്ക് ഒരു തിൻ ഇൻസുലേറ്റർ വെച്ചാൽ അതിനകത്ത് കൂടി ഇലക്ട്രോൺ ടണൽ ചെയ്യും. ടണലിംഗ് എഫക്റ്റ്, ദ ക്വാണ്ടം ടണലിംഗ്. ഇൻസുലേറ്റിംഗ് ലെയർ ഓഫ് ബിറ്റ്വീൻ ടു സൂപ്പർ കണ്ടക്ടേഴ്സ്. ദ ഇൻസുലേറ്റിംഗ് ലെയർ ഈസ് കോൾഡ് ജോസഫ്സൺ ജംഗ്ഷൻ. അപ്പോൾ ഈ രണ്ട് സെമി കണ്ടക്ടറിനിടയ്ക്ക് വെച്ചിരിക്കുന്ന ഇൻസുലേറ്റിംഗ് ലെയറിനെ വിളിക്കുന്ന പേരാണ് ജോസഫ്സൺ ജംഗ്ഷൻ. So here in 1962 Brian Josephson predicted that Cooper pairs could tunnel through a thin insulating layer between two superconductors. The insulating layer is called Josephson junction. You see the figure, Josephson junction, and it shows Josephson effect. And Josephson effect, and for this invention, Josephson shared the 1975 Nobel Prize. Josephson shared the 1975 Nobel Prize for this Josephson effect. For this Josephson effect is classified into namely DC Josephson effect and DC Josephson effect. ജോസഫ്സൺ എഫക്റ്റ് നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്യും. ഒന്ന് ഡി സി ജോസഫ്സൺ എഫക്റ്റ്, രണ്ടാമത്തത് എ സി ജോസഫ്സൺ എഫക്റ്റ്. We can see the two. What is DC Josephson effect? DC Josephson effect first. Even when no PD is applied across the Josephson junction, a DC current pass through the junction. The current is given by IF is equal to IM sin phi. അപ്പോൾ ഒരു ജോസഫ്സൺ ജംഗ്ഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എക്സ്റ്റേണൽ പി ഡി കൊടുത്തില്ലെങ്കിലും ഒരു കറണ്ട് ഒഴുകും. ഒരു ജോസഫ്സൺ ജംഗ്ഷൻ നമ്മൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കൂടി ആ ഇൻസുലേറ്ററിനകത്ത് കൂടി ഇലക്ട്രോൺസ് ടണൽ ചെയ്യും, അല്ലെങ്കിൽ ഒരു കറണ്ട് ഒഴുകും. അതിനെയാണ് നമ്മൾ ഡി സി ജോസഫ്സൺ എഫക്റ്റ് എന്ന് പറയുന്നത്. ഈവൻ വെൻ നോ പി ഡി, you understand, no PD is applied across the junction, a DC current pass through the junction. This current is given by IF is IM sin phi. അപ്പോൾ ഇതിനകത്തുള്ള കറണ്ട് നമ്മൾ എഴുതുന്ന രീതിയാണ് ദ ഫിലിം കറണ്ട്. IF is IM sin phi. ഇതാണ് ഓരോ സിമ്പിളും ഇത് നോക്കാം നമുക്ക്. where IM is the maximum junction current, IM is the maximum junction current, and phi is the phase difference between the wave functions of Cooper pairs on either side of the junction. Where IM is the maximum junction current and phi is the phase difference between
the wave functions of Cooper pairs on either side of the junction. Now comes the AC Josephson effect. If a DC voltage is applied across the junction, the current oscillations are set up. RF current oscillations are set up. ഒരു എ സി കൊടുക്കുകയാണെങ്കിൽ ഈ ജംഗ്ഷനിൽ കൊടുക്കുകയാണെങ്കിൽ ഒരു ആർ എഫ് കറണ്ട് ഓസിലേഷൻസ് ആണ് സെറ്റപ്പ് ചെയ്യുന്നത്. ദിസ് ഈസ് കോൾഡ് എ സി ജോസഫ്സൺ എഫക്റ്റ്. അപ്പോൾ ഡി സി വോൾട്ടേജ് കൊടുക്കുമ്പോൾ ആർ എഫ് ഓസിലേഷൻ ഉണ്ടാകും. ഡി സി ജോസഫ്സൺ ആണെങ്കിൽ വോൾട്ടേജ് വേണ്ട അല്ലാതെ തന്നെ ഒരു കറണ്ട് ഉണ്ടാകുകയാണ്. എ സി ജോസഫ്സൺ ആണെങ്കിൽ അവിടെ നമ്മളൊരു ഡി സി വോൾട്ടേജ് കൊടുത്താൽ ആർ എഫ് ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും ജംഗ്ഷനിൽ. അപ്പോൾ അതിന് ഈ ആർ എഫ് ഓസിലേഷന് ഒരു ആർ എഫ് കറണ്ട് ഓസിലേഷന് ഒരു ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസി കാണുന്ന ഇക്വേഷനാണ് F is equal to 2VE by H. The frequency of RF current oscillations are given by, or it is given by, the frequency of RF oscillations is given by F is 2VE by H. 2 into voltage and electronic charge by H. The RF oscillation frequency as per AC Josephson effect is F is equal to 2VE by H. V is the DC voltage applied, is the electronic charge, and H is the Planck's constant. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് റിലേഷനാണ്. ഇത് വെച്ച് നമുക്ക് പ്രോബ്ലം ചോദിക്കുന്നതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്ത് ഫ്രീക്വൻസി ഉണ്ടാകും, ഈ ഫ്രീക്വൻസി കാണുന്നതാണ് പ്രോബ്ലമായിട്ട് വരുന്നത്. പ്രോബ്ലമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ എ ഡി സി വോൾട്ടേജ് of 1 microvolt produces a frequency of 483.6 megahertz in a Josephson junction. For example, a DC voltage of 1 microvolt produces a frequency of 483.6 megahertz in a Josephson junction. The question is explain Josephson effect. അപ്പോൾ രണ്ടും പറയണം. ഇനി ഈ ജോസഫ്സൺ ജംഗ്ഷൻ കൊണ്ടുള്ളൊരു ഡിവൈസ് ഇവിടെ സ്ക്യൂട്ട് എന്ന് പറയും. സ്ക്യൂട്ട് എന്ന് പറഞ്ഞാൽ സൂപ്പർ കണ്ടക്റ്റിംഗ് ക്വാണ്ടം ഇൻ്റർഫറൻസ് ഡിവൈസ്. സൂപ്പർ കണ്ടക്റ്റിംഗ് ക്വാണ്ടം ഇൻ്റർഫറൻസ് ഡിവൈസ് എന്ന് നമ്മൾ അബ്രീവേറ്റ് ചെയ്തതാണ്. സൂപ്പർ കണ്ടക്റ്റിങ്ങിൻ്റെ എസ് എടുക്കും, പിന്നെ ക്വാണ്ടത്തിൻ്റെ ക്യൂ എടുക്കും, ഇൻ്റർഫറൻസിൻ്റെ ഐ എടുക്കും, ഡിവൈസിൻ്റെ ഡി എടുക്കും. സ്ക്യൂട്ട് എ ഡിവൈസ്. It is actually a Josephson junction. ഇതാണ് അതിൻ്റെ ചിത്രം കൊടുത്തിരിക്കുന്നത്. രണ്ട് സൂപ്പർ കണ്ടക്ടേഴ്സ് അതിനിടയ്ക്ക് ഇൻസുലേറ്റർ വെച്ചിരിക്കുകയാണ്. ഈ ജോസഫ്സൺ ജംഗ്ഷനാണ് സ്ക്യൂട്ടായി പ്രവർത്തിക്കുന്നത്. സോ വാട്ട് ഇസ് എ സ്ക്യൂട്ട്? Scutes are Josephson junctions used in sensitive magnetometers. വളരെ ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് അളക്കാനുള്ള മാഗ്നറ്റോമീറ്റേഴ്സിനകത്ത് സ്ക്യൂട്ടുകൾ ഉപയോഗിക്കാറുണ്ട്. ദേ ആർ യൂസ്ഡ് ടു ഡിറ്റക്ട് ദി വെരി വീക്ക് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ബയോളജിക്കൽ കറണ്ട്സ് സച്ച് ആസ് ദോസ് ഇൻ ദ ബ്രെയിൻ കറണ്ട്. നമ്മുടെ ബ്രെയിനകത്തുള്ള കറണ്ട് പോലും അളക്കുന്ന ബയോളജിക്കൽ കറണ്ട്, വളരെ ഫീബിൾ കറണ്ട് പോലും അളക്കുന്ന ഡിവൈസാണ് സ്ക്യൂട്ട് ഡിവൈസ്. ദേ ആർ യൂസ്ഡ് ടു മെഷർ ബയോളജിക്കൽ കറണ്ട്സ് സച്ച് ആസ് കറണ്ട്സ് ഇൻ ദി ബ്രെയിൻ, ഹ്യൂമൻ ബ്രെയിൻ. ഇനി magnetic field changes as small as 10⁻⁻21 Tesla can be detected by scutes. അപ്പോൾ 10⁻⁻21 Tesla വരെ ഈ സ്ക്യൂട്ട് വെച്ച് നമുക്ക് അളക്കാൻ പറ്റും. വളരെ ചെറിയ ഫീൽഡ് പോലും അളക്കാൻ പറ്റും. സ്ക്യൂട്ട്സ് ആർ യൂസ് ഇൻ EEG, ഇലക്ട്രോ എൻസെഫലോഗ്രാംസ്. നമ്മുടെ ബ്രെയിൻ കറണ്ട് അളക്കുന്ന EEGയിൽ, ബ്രെയിൻ കറണ്ട് അളക്കുന്ന EEGയിൽ, ഇലക്ട്രോ എൻസെഫലോഗ്രാമിൽ ഈ സ്ക്യൂട്ട് ഡിവൈസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം പ്രീവിയസ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് തോന്നുന്നത് 2019 ക്വസ്റ്റ്യൻ ആണ്. എ പി ഡി ഓഫ് 10 millivolt is applied across the junction between two superconductors. What is the frequency of the AC current in it?
A PD of 10 millivolt is applied across the junction between two superconductors. What is the frequency of the AC current in it? Frequency, it is AC Josephson effect. AC Josephson effect F is equal to 2 VE by H. And we give the values. V is equal to 10 millivolt. 10 millivolt, that is 10 into 10 raised to minus 3 volt, that is 10 raised to minus 2 volt. Electronic charge and Planck's constant we know, therefore F is equal to 2 into 10 raised to minus 2 into 1.6 into 10 raised to minus 19 by 6.626 into 10 raised to minus 34 equal to 4.83 into 10 raised to 12 hertz. Answer. Now comes a short answer question. Isotope effect in superconductors. Superconductors കാണിക്കുന്ന ഐസോടോപ്പ് ഇഫക്റ്റ് എന്താണ്? For a given superconducting material, the critical temperature is inversely proportional to the mass of the isotope used in the material. For a given superconducting material, the critical temperature is inversely proportional to the mass of the isotope used in the material. അപ്പോൾ ഐസോട്ടോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഐസോട്ടോപ്പിന് ഒപ്പിച്ച് ഈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഇൻവേഴ്സായിട്ട് മാറുന്നത് കാണാം. ദ ചോയ്സ് ഓഫ് ഐസോട്ടോപ്പ് ഓർഡിനറിലി ഹാസ് ലിറ്റിൽ എഫക്റ്റ് ഓൺ ദി ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്. ഐസോട്ടോപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീന് മാറ്റമില്ല, പക്ഷേ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഇൻവേഴ്സായിട്ട് ചേഞ്ച് ചെയ്യും. നമ്മൾ കൂട്ടും തോറും ഐസോട്ടോപ്പ് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കുറയുന്നത് കാണാം. ബട്ട് ഇറ്റ് അഫക്ട്സ് എ ഫ്രീക്വൻസി. ഈ ഐസോട്ടോപ്പ് ഫ്രീക്വൻസി എഫക്റ്റ് ചെയ്യും. Affects the frequency of the lattice vibrations and hence the critical temperature. Lattice vibration affect ചെയ്യുന്നതുകൊണ്ടാണ് critical temperature മാറുന്നത്. This effect suggests that the superconductivity related to vibrations of lattice. അപ്പോൾ സൂപ്പർകണ്ടക്ടിവിറ്റി ലാറ്റിസ് വൈബ്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നു. ദിസ് ഇസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ BCS തിയറി. നമ്മൾ നേരത്തെ പഠിച്ച ബാർട്ടിൻ കൂപ്പർ ഷിഫ് തിയറിയുമായിട്ട് ഇതിന് ഒരു റിലേഷൻ ഉണ്ട്. ലാറ്റിസ് വൈബ്രേഷൻസ് ഈൽഡ് ദി ബൈൻഡിങ് എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ എ കൂപ്പർ പെയർ. ഇത് സൂപ്പർ കണ്ടക്റ്റിംഗ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ വേരിയസ് വിത്ത് ഐസോട്ടോപ്പിക് അറ്റോമിക് വെയിറ്റ്. അപ്പോൾ നമ്മൾ ചേർക്കുന്ന ഐസോട്ടോപ്പിൻ്റെ അറ്റോമിക് വെയിറ്റ് വെച്ച് ഈ ട്രാൻസിഷൻ ടെമ്പറേച്ചർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ മാറും. ഇനി ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട ഷോർട്ട് ആൻസർ ടണലിംഗ് എഫക്റ്റ് ഇൻ സൂപ്പർ കണ്ടക്ടേഴ്സ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ജോസഫ്സൺ ജംഗ്ഷനിൽ പഠിച്ച കാര്യം തന്നെയാണ്. ഇലക്ട്രോൺ ആ ഇൻസുലേറ്ററിനകത്തോട് ടണൽ ചെയ്യും. അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ടണലിംഗ് എഫക്റ്റ് സൂപ്പർ കണ്ടക്ടേഴ്സ്, അത്തരം ഡിവൈസിനെ വിളിക്കുന്ന പേരാണ് STJ എന്ന് പറയും. STJ ടണലിംഗ് എഫക്റ്റ് സൂപ്പർ കണ്ടക്ടേഴ്സ് നടക്കുമ്പോൾ അത്തരം ഡിവൈസുകളെ ആക്ച്വലി ജോസഫ്സൺ ജംഗ്ഷൻ എന്നാൽ ചില പ്രോപ്പർട്ടി വ്യത്യാസമുണ്ട്. Superconductor tunnel junction, or we call in short as STJ. STJ is an electronic device consisting of two superconductors separated by a very thin layer of insulating material. നമ്മൾ സ്കൂട്ടിനകത്ത് കണ്ട കാര്യം തന്നെ. കറണ്ട് പാസസ് ത്രൂ ജംഗ്ഷൻ വിയാ ദി പ്രോസസ് ഓഫ് ക്വാണ്ടം ടണലിംഗ്. ഇവിടെ പിന്നെ കറണ്ട് ഇലക്ട്രോൺ സഞ്ചരിക്കുന്നത് ക്വാണ്ടം ടണലിംഗ് പ്രകാരമാണ്. ഈ ടണലിങ്ങിൻ്റെ സ്പെല്ലിംഗ് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷാണ് ഫോളോ ചെയ്യുന്നത്. അവിടെ ഡബിളിൽ വേണം ടണലിംഗ്. ഇത് അമേരിക്കൻ ഇംഗ്ലീഷ് ആണെങ്കിൽ ഒരു എല്ലേ കൊടുക്കാറുള്ളൂ. ഇപ്പോൾ എങ്ങനെ വേണമെങ്കിലും എഴുതാം. ടണലിംഗ് TUNNELLING, അതാണ് നമ്മുടെ ഇംഗ്ലീഷ് സ്പെല്ലിംഗ്, നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന സ്പെല്ലിംഗ്. ദ STJ ഈസ് എ ടൈപ്പ് ഓഫ് ജോസഫ്സൺ ജംഗ്ഷൻ. ഒരു തരത്തിലുള്ള ജോസഫ്സൺ ജംഗ്ഷനാണ് STJ, ഈ സൂപ്പർ കണ്ടക്ടർ ടണൽ ജംഗ്ഷൻ. ടൈപ്പ് ഓഫ് ജോസഫ്സൺ ജംഗ്ഷൻ, ദോ നോട്ട് ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് STJ ആർ ഡിസ്ക്രൈബ്ഡ് ബൈ ദ ജോസഫൻ എഫക്റ്റ്. എന്നാൽ STJയുടെ പ്രോപ്പർട്ടി എല്ലാം ജോസഫ്സൺ എഫക്റ്റ് വെച്ച് നമുക്ക് പറയാനാവില്ല. A photon absorbed by the superconductor breaks Cooper pairs and creates quasi-particles. A photon absorbed by the superconductor breaks Cooper pairs and creates quasi-particles. അതായത് ഒരു ഇലക്ട്രോൺ, ഒരു ഫോട്ടോൺ
ഒരു സൂപ്പർ കണ്ടക്ടർ അബ്സർവ് ചെയ്താൽ കൂപ്പർ പെയറിനെ ബ്രേക്ക് ചെയ്തിട്ട് കോസി പാർട്ടിക്കിൾ ഒരു അൺസ്റ്റേബിൾ പാർട്ടിക്കിൾസ് ഉണ്ടാകും. ഇത് ഈ കോസി പാർട്ടിക്കിൾസ് ടണൽ അക്രോസ് ദ ജംഗ്ഷൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി അപ്പറന്റ് വോൾട്ടേജ് ആൻഡ് ദി റിസൾട്ടിങ് ടണലിംഗ് കറണ്ട് ഈസ് പ്രപ്പോർഷണൽ ടു ദി ഫോട്ടോൺ എനർജി. ഇപ്പോൾ ഫോട്ടോൺ വന്ന് കൂപ്പർ പെയറിനെ പകുത്ത് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺ അതിനകത്ത് കൂടി ടണൽ ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന റിസൾട്ടിങ് കറണ്ട് നമ്മൾ കൊടുക്കുന്ന അപ്പറന്റ് വോൾട്ടേജിന് പ്രപ്പോർഷണൽ ആയിരിക്കും. പ്രപ്പോർഷണൽ ഫോട്ടോൺ എനർജിക്ക് പ്രപ്പോർഷണൽ ആയിരിക്കും. അവിടെ നോക്കിയേ, ഇത് കോസി പാർട്ടിക്കിൾസ് ടണൽ അക്രോസ് ജംഗ്ഷൻ, അതിനെയാണ് ക്വാണ്ടം ടണലിംഗ് എന്ന് പറയുന്നത് സൂപ്പർ കണ്ടക്ടേഴ്സിലെ. ദ കോസി പാർട്ടിക്കിൾസ് ടണൽ അക്രോസ് ദ ജംഗ്ഷൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി അപ്പറന്റ് വോൾട്ടേജിൻ്റെ ഡയറക്ഷനിൽ ആൻഡ് ദ റിസൾട്ടിങ് ടണലിംഗ് കറണ്ട് ഈസ് പ്രപ്പോർഷണൽ ടു ദി ഫോട്ടോൺ എനർജി. അപ്പോൾ എത്ര കൂപ്പർ പെയർ ബ്രേക്ക് ചെയ്യും, എത്ര കറണ്ട് ഉണ്ടാകും, അത് ഫോട്ടോണിൻ്റെ എനർജിയെ ആശ്രയിച്ചിരിക്കും. ഇൻസിഡൻറ്റ് ഫോട്ടോൺ. STJ devices have been employed as a single photon detectors for photon frequencies ranging from X-rays to infrared. STJ devices have been employed as single photon detectors for photon frequencies ranging from X-rays to the infrared. എക്സ്റേ മുതൽ ഇൻഫ്രാറെഡ് ഫ്രീക്വൻസി വരെയുള്ള ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസീസ് അളക്കാൻ ഇത്തരം അങ്ങനെയുള്ള ഫോട്ടോൺ ഡിറ്റക്ടേഴ്സിൽ ഇൻഫ്രാറെഡ് മുതൽ എക്സ്റേ വരെ ഫ്രീക്വൻസിയുള്ള ഫോട്ടോൺ ഡിറ്റക്ട് ചെയ്യാനായിട്ട് STJ ഡിവൈസുകൾ ഉപയോഗിക്കാറുണ്ട്. And this is the 60th class, and that is the last class from solid state physics. The paper is over. Thank you very much.